ഹായ്, വെൽക്കം ടു SAP. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കൈവശ അനുഭവ സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ സർട്ടിഫിക്കറ്റ്. അത് പ്രധാനമായിട്ടും എവിടെ നിന്നാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശ അനുഭവ സർട്ടിഫിക്കറ്റിൻ്റെ പ്രധാന ആവശ്യം നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാനതിൽ പിൻ ചെയ്തേക്കാം. സോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനായി വേണ്ടുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് തന്നാണ്ടത്തെ, അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ലാൻഡ് ടാക്സ് കോപ്പി അഥവാ കരമടച്ച രസീതിൻ്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത്. അതിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തേണ്ടത് കരമടച്ച രസീത് പ്രകാരമുള്ള പേരും മേൽവിലാസവുമാണ് നമ്മൾ ആപ്ലിക്കേഷനായി കൊടുക്കേണ്ടത്. പിന്നീട് നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ ഏജ് ചോദിക്കും. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, OTP കിട്ടുന്നതിന് വേണ്ടി അത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കിത് ഡ്യൂറേഷൻ, അതായത് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 hours ആണ്. ചിലപ്പം അതിൽ കുറച്ച് കൂടിയെന്നിരിക്കാം, എന്നിരുന്നാലും 24 hours നമുക്കിത് സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നതാണ്. പ്രധാനമായും നമുക്ക് കൈവശ അനുഭവ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം പഞ്ചായത്തിൽ നിന്നും മറ്റും വീടിനാവശ്യമായ നമ്പരും മറ്റും ലഭിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ലോണിന് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് കൈവശ അനുഭവ സർട്ടിഫിക്കറ്റ് വേണ്ടത്. നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയോ മറ്റെന്തെങ്കിലും ലോണോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവശ അനുഭവ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയില്ല. അപ്പം നിങ്ങൾ ലോൺ എടുക്കുക മാത്രമല്ല, നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൈവശ അനുഭവ സർട്ടിഫിക്കറ്റ് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ആ പ്രോപ്പർട്ടി ഡീലിലേക്ക് പോകാൻ വേണ്ടി. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് റസീദർ, ബൈ.